നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലെ വിമാനത്താവളങ്ങൾ വഴിയുള്ള സ്വർണ്ണക്കടത്ത് കുറഞ്ഞത് അടുത്ത കാലത്താണ്. കേന്ദ്ര സർക്കാർ സ്വർണം കൊണ്ടുവരുന്നതിന്റെ തീരുവ കുറച്ചതോടെയാണ് കേരളത്തിൽ സ്വർണ്ണക്കടത്ത് കുറഞ്ഞത്. ഇതിനിടെ മറ്റ് സംസ്ഥാനങ്ങൾ വഴിയുള്ള സ്വർണ്ണക്കടത്ത് കുറയുന്നില്ലെന്നാണ് സൂചനകൾ. വിമാനത്താവളത്തിൽ സ്വർണം കടത്താൻ ശ്രമിക്കുന്നതിനിടെ ഇപ്പോൾ കന്നഡ നടി രന്യ റാവു അറസ്റ്റിലായ സംഭവം നടക്കുന്നത്. 14 കിലോയിലധികം സ്വർണമാണ് നടിയിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. ദുബായിൽ നിന്നാണ് രന്യ സ്വർണം കടത്തിയത്. DR ഓഫീസിൽ നടിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞും ശരീരത്തിൽ ഒളിപ്പിച്ചുമാണ് നടി സ്വർണം കടത്താൻ ശ്രമിച്ചത്. വസ്ത്രത്തിൽ സ്വർണ്ണക്കട്ടികൾ ഒളിപ്പിച്ചും അതിന്റെ വലിയൊരു ഭാഗം ധരിച്ചുമാണ് റാവു സ്വർണം കടത്തിയതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തുന്നു. കള്ളക്കടത്ത് നടത്തിയ സ്വർണത്തിന്റെ വലിയൊരു ഭാഗം അവരുടെ ജാക്കറ്റിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കസ്റ്റംസ് പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ തന്റെ ബന്ധങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിച്ചിരിക്കാമെന്നും ഉദ്യോഗസ്ഥർ സംശയിക്കുന്നുണ്ട്. കാരണം കർണാടകയിലെ DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ മകളാണ് രന്യ റാവു. കഴിഞ്ഞ 15 ദിവസത്തിനിടെ നടി 4 തവണയാണ് ദുബായ് യാത്ര നടത്തിയിരിക്കുന്നത്. അടുത്തിടെ നടിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നതിനാൽ കുറച്ചു നാളായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. കഴിഞ്ഞ 15 ദിവസത്തിനുള്ളിൽ രന്യ 4 തവണ ദുബായ് സന്ദർശിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. നടിയുടെ വീട്ടിൽ നിന്ന് 15 കിലോഗ്രാം സ്വർണവും പിടിച്ചെടുത്തിട്ടുണ്ട്. സ്വർണ്ണക്കടത്തിന് ഉദ്യോഗസ്ഥർ ആരുടെയെങ്കിലും പിന്തുണ ലഭിച്ചിരുന്നോ അതോ കള്ളക്കടത്ത് പ്രവർത്തനത്തിൽ അറിയാതെ സഹായിച്ചതാണോ എന്നും അന്വേഷിക്കുന്നുണ്ട്. കസ്റ്റംസ് പരിശോധനകളിൽ നിന്നും രക്ഷപ്പെടാൻ നടി തന്റെ ബന്ധങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിച്ചതായും പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞുവെന്നും വിമാനത്താവളത്തിൽ രന്യ റാവു DGPയുടെ മകളാണെന്ന് അവകാശപ്പെടുകയും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പ്രാദേശിക പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കുകയുമായിരുന്നു. DGP പോലീസ് ഹൗസിംഗ് കോർപ്പറേഷൻ രാമചന്ദ്ര റാവുവിന്റെ മകളാണ് രന്യ. നടിക്ക് മറ്റു ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി ബാംഗ്ലൂരിലെ HBR ലേഔട്ടിലുള്ള DRO ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയിരുന്നു. കന്നഡ നടൻ സുദീപിന്റെ നായികയെ മാണിക്യ എന്ന ചിത്രത്തിലൂടെയാണ് രന്യ ശ്രദ്ധേയമായത്. ചൊവ്വാഴ്ച വൈകുന്നേരം ജഡ്ജിക്ക് മുൻപാകെ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. രന്യ സ്വർണ്ണക്കടത്ത് റാക്കറ്റിലെ കണ്ണിയാണോ എന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. ദുബായിൽ നിന്ന് എമിറേറ്റ്സ് വിമാനത്തിൽ ബംഗളൂരിൽ ഇറങ്ങിയ 32-കാരിയായ രന്യയെ DRO ഉദ്യോഗസ്ഥർ തടയുകയായിരുന്നു. തുടർച്ചയായ ഗൾഫ് യാത്രകളെ തുടർന്ന് രന്യ DROയുടെ നിരീക്ഷണത്തിലായിരുന്നു. ഈ വർഷം മാത്രം 10-ലധികം വിദേശ യാത്രകൾ രന്യ നടത്തിയതാണ് വിവരം. ഇതെല്ലാം സ്വർണം കടത്താൻ വേണ്ടിയാണ് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. നടി ഒറ്റയ്ക്കാണോ പ്രവർത്തിച്ചത് അതോ ദുബായ്ക്കും ഇന്ത്യക്കും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന്റെ ഭാഗമാണോ തുടങ്ങിയിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉദ്യോഗസ്ഥർ അന്വേഷിച്ചു വരികയാണ്.